നന്മ കലാകാര കൂട്ടായ്മ കണ്ണൂർ ജില്ലാ സമ്മേളനം പയ്യന്നൂരിൽ നടന്നു. ഇപ്പോഴത്തെ കുട്ടികളുടെ IQ ലെവൽ വളരെ ഹൈ ആണ്. അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യവും അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും. നിങ്ങൾ കഴിക്കണം. ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം. ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, നന്മ സിന്ദാബാദ്, നന്മ സിന്ദാബാദ്, നന്മ സിന്ദാബാദ്, നന്മ സിന്ദാബാദ്. കലാകാര സമൂഹത്തിന്റെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും സർഗാവിഷ്കാരങ്ങൾക്ക് അരങ്ങൊരുക്കാനും തൊഴിലവകാശങ്ങൾ സംരക്ഷിക്കാനും രൂപീകരിക്കപ്പെട്ട അസോസിയേഷൻ ഓഫ് മലയാളം ആർട്ടിസ്റ്റ് നന്മയുടെ 7ാമത് സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായുള്ള കണ്ണൂർ ജില്ലാ സമ്മേളനം പയ്യന്നൂർ കൈരളി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. രാവിലെ പതാക ഉയർത്തലിന് ശേഷം സംസ്ഥാന കമ്മിറ്റി അംഗം VTK കണ്ടോത്ത് സ്വാഗതവും നന്മ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് T ജയരാജൻ അധ്യക്ഷതയും വഹിച്ച സമ്മേളനം സാഹിത്യ നിരൂപകൻ EP രാജഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. അതുകൊണ്ട് നാടകപ്രവർത്തകരുടെ കൂട്ടായ്മ എന്ന് പറയുന്നത് വളരെയധികം പ്രസക്തമായ ഒരു കാര്യമാണ്. നമ്മൾ പരസ്പരം നാടകക്കാരാണ് മനസ്സിലാക്കണം, ജനങ്ങളെ മനസ്സിലാക്കിക്കണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ കൂട്ടായി നിൽക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഇത് അസാധാരണമായ ഒരു ആൾക്കൂട്ടമാണ്, അസാധാരണമായ ഒരു കാഴ്ചയാണ്. നമ്മളെല്ലാവരും പരസ്പരം നാടക പ്രവർത്തകരാണ് തിരിച്ചറിയുന്നു, ജനങ്ങളെ ആ വിവരം അറിയിക്കുകയും ചെയ്യുന്നു. ഞാൻ വളരെ കുറച്ച് സമയം കൊണ്ട് പറയാൻ ചില്ലറ കാര്യങ്ങൾ പറഞ്ഞ് പിന്മാറും. നിങ്ങൾ ഒരു ആഴ്ചക്ക് ഒരു ദിവസമെങ്കിലും ഒരു ചെറിയ ടൗണിൽ പോയിട്ട് ആളുകൾ നടക്കുന്നത് എങ്ങനെയാണ്, ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ നടക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് വലിയ രംഗാനുഭവത്തിലേക്ക് എത്തിച്ചേരാനുള്ള വഴി കിട്ടും. ഇതൊക്കെ നമ്മുടെ പ്രൊഫഷണലായിട്ടുള്ള ആവശ്യമാണ്. അല്ലെങ്കിൽ നമ്മൾ പണ്ടേ ഇപ്പോൾ പണ്ടേ കാക്കാന്ന കരയുന്നത്, ഇപ്പോഴും കാക്കാന്ന കരയുന്നത്. നമ്മുടെ കാക്കയ്ക്ക് വ്യക്തിത്വമില്ല. നമുക്കങ്ങനെ എപ്പോഴും കാക്കാന്ന് പറയാൻ പറ്റില്ല. നമുക്ക് പുതിയ പുതിയ ആശയങ്ങൾ വേണം, പുതിയ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള അവസരം വേണം, അത് നമ്മൾ തന്നെ ഉണ്ടാക്കുകയും വേണം. അപ്പോൾ ആ നിലക്ക് നമ്മളെ തന്നെ പുതുക്കാനുള്ള സന്ദർഭം നമ്മൾ ഉണ്ടാക്കണം. അതിനുകൂടി ഈ നന്മ പോലുള്ള അല്ലെങ്കിൽ കുറേ ആളുകൾക്ക് സ്ഥാനം കൊടുക്കാൻ, അങ്ങനെ കേരളത്തിലെ കുഴപ്പം ഇപ്പോൾ സ്ഥാനങ്ങളാണ്. ആളുകൾക്ക് സ്ഥാനങ്ങളൊക്കെ വേണം, പക്ഷേ സ്ഥാനത്തിനപ്പുറം സ്ഥാനം എന്നുള്ള പ്രവർത്തിക്കാനുള്ള സന്ദർഭമാണ്. ചില കസേര മാത്രമേ വേണ്ടൂ, ഒന്നും പ്രവർത്തിക്കൊന്നുമില്ല. ആ കസേരക്ക് പോലും നാണക്കേടാ അങ്ങനെയുള്ളത് വേറെ. ശരിക്കും കസേര കിട്ടിയാൽ നമ്മൾ പ്രവർത്തിക്കുകയാണ് വേണ്ടത്. പ്രവർത്തിക്കുമ്പോൾ നമ്മൾ സ്വയം മാറും, നമുക്ക് കൂടുതൽ ഉത്സാഹം ഉണ്ടാവും, കൂടുതൽ ഉന്മേഷം ഉണ്ടാവും, കൂടുതൽ ഉത്കണ്ഠ ഉണ്ടാവും. ഈ ഉത്സാഹവും ഉന്മേഷവും ഉത്കണ്ഠയൊക്കെ ഒന്നിച്ചു വരുമ്പോഴാണ് കല എന്നുള്ള സംഗതി ഉണ്ടാവുന്നത്. കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവും നന്മ സർഗ വനിതാ സംസ്ഥാന ട്രഷററുമായ അജിത നമ്പ്യാരെയും പ്രമുഖ സാഹിത്യകാരിയും നന്മ സർഗ വനിതാ സംസ്ഥാന സെക്രട്ടറിയുമായ ജാനമ്മ കുഞ്ഞുണ്ണിയെയും വേദിയിൽ വെച്ച് ആദരിച്ചു. MT അന്നൂർ, ID രഞ്ജിത്ത്, വിനോ ഗോവിന്ദ് തുടങ്ങിയവരും സംബന്ധിച്ചു. MK പ്രകാശൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് നടന്ന പ്രതിനിധി സമ്മേളനം പ്രമുഖ സാഹിത്യകാരിയും നന്മ സർഗ വനിതാ സംസ്ഥാന സെക്രട്ടറിയുമായ ജാനമ്മ കുഞ്ഞുണ്ണി ഉദ്ഘാടനം ചെയ്തു. വൈകുന്നേരം കലാസന്ധ്യയും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. ശ്വാസം വലിച്ചുവിട്ടെ. എത്ര വയസ്സ് വരെ പാൽ കൊടുത്തു? 1 വയസ്സ് വരെ. കണ്ടില്ലേ, ഇപ്പോഴത്തെ കുട്ടികളുടെ IQ ലെവൽ വളരെ ഹൈ ആണ്. അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യവും അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും. ഇപ്പൊ ജനതാ പാൽ എല്ലായിടത്തും ഉണ്ടല്ലോ. നിങ്ങൾ കഴിക്കണം. ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം. ആരോഗ്യമുള്ളവർക്കേ നാളെയുള്ളൂ.